ഗുഡ് ഈവനിങ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പരിസരമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണ്. യെസ്, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ഇല്ലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വന്നത് മെയിനായിട്ട് വന്നത് എന്താ വെച്ചാൽ എൻ്റെ പ്രിൻസിപ്പളുണ്ട്, എൻ്റെ പ്രിൻസിപ്പൽ മാമിൻ്റെ മകളുടെ മാരേജിനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, അതാണ് മുഖം ഇങ്ങനെ ചീർത്തിരിക്കണം കേട്ടോ ഗൈസ്. സോ ഗായ്സ്, ഞാൻ റെഡി ആവുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ പതിവ് പോലെ സൺസ്ക്രീൻ, പിന്നെന്താണ് ഫൗണ്ടേഷൻ അല്ല കൺസീലറാണ് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തത് കേട്ടോ. എനിക്കിപ്പോൾ സ്കിന്നിന് കുറച്ച് പ്രോബ്ലം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇപ്പോൾ ഓവറായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. സ്കിന്ന് ആകെ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ റെഡി ആവൽ കഴിഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഗുരുവായൂർ പോവാണ് കേട്ടോ. റെഡിയായി. ഇനിയിപ്പോൾ അനിയനും അച്ഛനൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളിനി ഗുരുവായൂർ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. മേലഴുകി വന്നുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഗുരുവായൂർക്ക് പോവുക. അനിയത്തിയുണ്ട്, മുത്തശ്ശി വരുന്നില്ല, മുത്തശ്ശി ഇവിടെ ഇരിക്കുകയാണ്. മുത്തശ്ശിക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് വ്യാഴാഴ്ച ചെയ്യേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഷോൾ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോളേക്ക് ഭയങ്കര ഇഷ്ടമായി, അമ്മയുടെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ഇതിന് അത്ര മാച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര മാച്ച് ഒന്നും ഉണ്ടാവില്ല. എന്നാലും എനിക്ക് ഈ ഷോളിന് ഭയങ്കര ഭംഗിയാണ്. പണ്ട് കുറേ അമ്മ എത്ര വർഷമായി ഈ ഷോള്? എത്ര വർഷമായി ഈ ഷോള്? കുറേ ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അമ്മനെ കാണിക്ക്. അപ്പൊ ഓക്കെ, അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ലെറ്റ്സ് ഗോ ടു ഗുരുവായൂർ. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കൂടെയാണ് നമ്മൾ കയറിയത് കേട്ടോ. അപ്പോൾ അതാ വീഡിയോ ഒക്കെ എടുക്കണതിൻ്റെ ആ ടൈമിലാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. നമ്മുടെ ഗുരുവായൂർ ഇങ്ങനെ ആ നടപ്പന്തലിൻ്റെ അവിടെയും അവിടെയൊക്കെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല ഇപ്പോൾ. അങ്ങനെ കണ്ടാൽ അവർ ഫൈൻ ചെയ്യും. അപ്പോൾ അത് ഞാൻ ആദ്യം ഓർത്തില്ല. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരിൽ അധികം എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് പോയാലും നമ്മൾ ഫോൺ അലൗഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത് നടപ്പന്തലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അങ്ങനെ ആരും കാണാതെ. അപ്പോൾ ഗുരുവായൂരിൽ ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ, അധികം എടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളിൽ വെച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വൈഡുവിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നാളെ എൻ്റെ മാമിൻ്റെ മോളുടെ കല്യാണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷ്ണനും രാധയും ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇത് അടിപൊളി ഒരു ഫ്രെയിം, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ തൊഴലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.